പാർട്ട് 21. ഹലോ. ഫോൺ ചെവിയിൽ ചേർത്തു കല്ലു. ശബ്ദം അടങ്ങിയിരിക്കുകയാണല്ലോ കല്ലുവേ. നീ കരഞ്ഞോ? അപ്പുറത്തു നിന്നും അലീനയുടെ സ്വരത്തിൽ പരിഭ്രമം. ഒന്നുമില്ലെന്നേ. ഇന്നലെ പറഞ്ഞില്ലേ അച്ഛൻ്റെ കാര്യം. അച്ഛൻ എന്നോട് കുറച്ചു കൂടുതൽ സ്നേഹം കാണിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റു ചിലർക്ക് എന്നോട് ശത്രുത കൂടി. അത്രേ ഉള്ളൂ. പറഞ്ഞു നിർത്തിയപ്പോഴേക്കും കല്ലുവിൻ്റെ ശബ്ദം ഒന്ന് ഇടറി. രണ്ടുപേർക്കും ഇടയിൽ അല്പനേരം വല്ലാത്തൊരു മൗനം പടർന്നു. നീ അത് വിട് കല്ലു. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തെപ്പറ്റി നീ ആലോചിച്ചോ? അലീനയുടെ സ്വരത്തിൽ വല്ലാത്ത തിരക്ക്. അതൊന്നും നടക്കില്ല അല്ലു. നീ അത് വിട്ടേക്ക്. കല്ല് ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു. നടക്കുമോ ഇല്ലയോ എന്ന് ഞാൻ ചോദിച്ചില്ല. നിനക്ക് താല്പര്യമുണ്ടോ? അല്ലു എടുത്തു ചോദിച്ചു. നീ ഇതെന്തറിഞ്ഞിട്ടാ ചോദിക്കുന്നേ അല്ലു? ഈ സാഹചര്യത്തിൽ എനിക്ക് തുടർന്ന് പഠിക്കാനൊന്നും കഴിയില്ല. ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. നീ ഒന്ന് മൂളിയാൽ മറ്റന്നാൾ ബുക്ക് ഞാൻ കയ്യിലെത്തിച്ചു തരും. നിന്നോട് ബാഗും തൂക്കി കോളേജിൽ പോകാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നീ കിടന്നു മോങ്ങുന്ന നേരം ഉണ്ടെങ്കിൽ ആ മുടങ്ങിയ ഡിഗ്രി അങ്ങ് കംപ്ലീറ്റ് ആക്കാം. വീട്ടിൽ ഇരുന്ന് പഠിച്ച് എക്സാം എഴുതിയേച്ചാൽ മതി. നീ ഇതൊന്നും മിണ്ടാതിരിക്കല്ലോ. ഇവിടെ രണ്ടറ്റും കൂട്ടിമുട്ടുന്നില്ല. അതിൻ്റെ ഇടയിൽ പഠിപ്പും ബുക്കും ഒന്നും ശരിയാവത്തില്ല. പണം ഞാൻ തന്നാലോ? അല്ലു വിടാൻ പാവമില്ല. നിന്റെ കയ്യിൽ എവിടുന്ന പണം? കല്ലു വിരൽ കടിച്ചു. അതൊക്കെ ഉണ്ട്. നീ റെഡി ആയിരുന്നോ? മറ്റന്നാൾ ബുക്കും കൊണ്ട് ഞാൻ വരും. പഠിച്ചേക്കണം. ഇപ്പോൾ അച്ഛനും സപ്പോർട്ടല്ലേ, പിന്നെന്താ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. മറുപടിക്ക് കാത്തു നിൽക്കാതെ അലീന ഫോൺ വെച്ച് കഴിഞ്ഞിരുന്നു. ഇവരൊക്കെ മനുഷ്യന്മാർ തന്നെയാണോ അതോ മാലാഖമാരോ? കല്ലുവിന് ആ കുടുംബത്തിൻ്റെ കാര്യമോർക്കെ അതിശയം തോന്നി. എന്തായി, ആൾ സമ്മതിച്ചോ? മറുതലക്കൽ അലീനക്ക് മെസ്സേജ് വന്നു. സമ്മതിക്കാതെ പിന്നെ ആ കാര്യം അലീനയല്ലേ ഏറ്റേക്കുന്നേ? അലീന ചുണ്ടിൽ പുച്ഛം നിറച്ച് ഒരു ഇമോജി അയച്ചു. അല്ലേലും നീ ആള് പുലിയല്ലേ കൊച്ചേ. അവൻ അലീനയുടെ കഴിവ് ശരിവെച്ചു. അപ്പോൾ ശരി മാഷേ, മറ്റന്നാ കാണാം. ഗുഡ് നൈറ്റ്. അലീന ഫോൺ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് കണ്ണുകൾ അടച്ചു. നാളെ മറ്റൊരുവളുടെ ജീവിതത്തിലേക്ക് വെള്ളി വെളിച്ചം വീശാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ. പക്ഷേ തനിക്ക് സംഭവിക്കാൻ പോകുന്ന നഷ്ടങ്ങളുടെ കണക്കുകൾ അലീന അന്നേരം തിരിച്ചറിഞ്ഞിരുന്നില്ല. എല്ലാം നഷ്ടപ്പെട്ട് മുന്നിൽ കാണുന്നവരെ എല്ലാം പേടിച്ച് ഇരുളിൻ്റെ മറപറ്റി മാത്രം ജീവിക്കാൻ അവളുടെ ഉള്ളിൽ ഭാവി കാലത്തേക്ക് വേണ്ടി മറ്റൊരു അലീന മുന്നൊരുക്കങ്ങൾ നടത്തി തുടങ്ങിയിരുന്നു, അവൾ പോലും അറിയാതെ. കല്ലു അന്ന് പതിവിലും നേരത്തെ തന്നെ ഇറങ്ങി. സ്ഥിരം പോകുന്ന ബസ് കംപ്ലൈൻ്റ് ആണ്. അതുകൊണ്ട് അതിന് തൊട്ടു മുന്നേയുള്ള ബസ്സിൽ പോകണം. ഇന്നലെ പറഞ്ഞിരുന്നു സർവീസിന് കയറ്റുകയാണെന്ന്. വേഗത്തിൽ ചെരുപ്പിട്ട് തിരിഞ്ഞതും മുന്നിൽ അച്ഛനുണ്ട്. ആ മോള് വാ. അച്ഛൻ മുന്നേ നടന്ന് പിറകിലായി കല്യാണിയും. അച്ഛൻ കൂട്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല അച്ഛാ, ഞാൻ തനിയെ പൊയ്ക്കോളാം. അവൾ നടക്കുന്നതിനിടയിൽ അയാളെ നോക്കി പറഞ്ഞു. മോൾക്കിപ്പോൾ അച്ഛൻ ഒരു ബാധ്യതയായി തുടങ്ങിയോ? അതാണോ അച്ഛനെങ്ങനെ ഒഴിവാക്കുന്നേ? മോൾക്ക് ഇഷ്ടമല്ലെങ്കിൽ അച്ഛൻ ഇനി വരില്ല കേട്ടോ. അയാളുടെ സ്വരം വല്ലാതെ നേർത്തുപോയിരുന്നു. കല്ലുവിന് അത്തരം ചോദ്യങ്ങൾ നേരിടാൻ തക്ക തൻ്റെ ഇടം ഇന്നും ആയിട്ടില്ല. താൻ കാരണം മറ്റൊരാൾ വേദനിക്കരുത് എന്ന് മാത്രമായിരുന്നു അവളുടെ ചിന്തയിൽ. അച്ഛൻ എന്നെ അങ്ങനെ കാണോ കണക്കാക്കിയിരിക്കുന്നേ? എത്ര കൊതിച്ചിട്ടുണ്ടെന്നോ അച്ഛൻ്റെ ഒപ്പം ഇങ്ങനെ നടക്കാൻ, മോളെ എന്ന് ഒന്ന് വിളിച്ചു കേൾക്കാൻ. എന്നെ എന്താ അച്ഛാ മനസ്സിലാക്കാത്തേ? കല്ലുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അയ്യേ, കരയുന്നോ? അയാൾ ചുളിവ് വീണ വിരലുകൾ കൊണ്ട് അവളുടെ കണ്ണുനീർ തുടച്ചെടുത്തു. മോള് വാ, നേരം വൈകും. ഇനിയും കല്ലുവിൻ്റെ കണ്ണിലേക്ക് നോക്കാൻ ശക്തിയില്ലാതെ അയാൾ മുന്നോട്ട് നടന്നു. ചെയ്തു കൂട്ടിയ തെറ്റുകൾ അയാൾക്ക് മുന്നിൽ പത്തി വിടർത്തി നിൽപ്പുണ്ടായിരുന്നു അന്നേരവും. അറക്കലെ ഗേറ്റിലരികിലായി എത്തിയപ്പോഴേക്കും അമീർ ദൂരെ നിന്ന് ജോഗിങ് കഴിഞ്ഞ് ഓടി വരുന്നത് കണ്ടു. കല്ലുവിനെയും അച്ഛനെയും ഒരുമിച്ച് കണ്ടപ്പോൾ അവനൊന്ന് നിന്നു. കയ്യിൽ കെട്ടിയിരിക്കുന്ന വാച്ചിലേക്ക് ഒന്ന് നോക്കി. സാലറി കട്ട് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുകയേ വേണ്ട. ഞാൻ അരമണിക്കൂർ നേരത്തെയാണ്. കല്ലു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അവന് ചിരി പൊട്ടി വന്നെങ്കിലും അവൻ അത് കടിച്ചമർത്തി. സ്ഥിരം വരുന്ന ബസ്സിൽ നിന്നില്ല, അതാ നേരത്തെ പോന്നത്. അവൾ അമീറിനെ നോക്കി പറഞ്ഞു. അവൻ ഗൗരവത്തിൽ ഒന്ന് മൂളി. ഇന്നലെ മിണ്ടാതെ പോയ ഒരു കുഞ്ഞു പരിഭവം ഉള്ളിൽ ഉരുണ്ടുകൂടിയത് അവൻ സമർത്ഥമായി മറച്ചു പിടിച്ചു. ഇന്നും അച്ഛനുണ്ടല്ലോ? അവൻ അയാളെ ഒന്ന് ഇരുത്തി നോക്കിക്കൊണ്ട് ചോദിച്ചു. കല്ലുവിന് പെട്ടെന്ന് ഭയം തോന്നി. ഇന്നലത്തെ പോലെ അമീർ സാർ എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ വേദനിപ്പിക്കുമോ എന്ന്. അച്ഛൻ കൂടെ വന്നാൽ എന്താ സാറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? കല്ലു പൊടുന്നനെ ഒരു തർക്കത്തിന് മുതിർന്നു. സാറ് ഞാൻ കൂടെ ഉണ്ടല്ലോ എന്നല്ലേ ചോദിച്ചോളൂ കല്ലുമോളെ. നീ എന്തിനാ അതിന് സാറിനോട് തട്ടിക്കയറുന്നേ? അയാൾ അമീറിൻ്റെ ഭാഗം ചേർന്നു. ശരിയാ, ഞാൻ എന്തിനാ ഇപ്പോൾ തട്ടിക്കയറിയേ? കല്ലു പതിയെ മിഴികൾ മാത്രം ഉയർത്തി അമീറിനെ നോക്കി. ഒരു ചെറു ചിരിയോടെ നോക്കി നിൽക്കുന്നു. പെട്ടെന്ന് എന്നിലൊരു ആശ്വാസം വിരിഞ്ഞു. സാർ, ഞാൻ പോയിക്കോട്ടെ, വൈകിട്ട് കാണാം. അയാൾ യാത്ര ഇറങ്ങി. അന്നേരവും അമീർ കല്ലുവിൻ്റെ അച്ഛനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. സാർ എന്തിനാണ് അച്ഛനെ ഇങ്ങനെ കൊള്ളിച്ച് സംസാരിക്കുന്നത്? മനുഷ്യരല്ലേ, ഒരു തെറ്റ് ആർക്കും പറ്റുമല്ലേ? അവൾ അയാളെ ന്യായീകരിക്കാൻ ഒരുങ്ങി. ഒരു തെറ്റോ?
തെറ്റുകളുടെ ഒരു കൂമ്പാരമാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ മഹാൻ. അമീർ പുച്ഛത്തോടെ പറഞ്ഞു. ആണ് എന്നല്ല, ആയിരുന്നു എന്ന് പറയണം. ചിലർക്ക് അല്പം വൈകിയേ തിരിച്ചറിവ് വരികയുള്ളൂ എന്ന് കരുതി തെറ്റ് തിരുത്താൻ ഒരവസരം കൊടുക്കുക എന്നല്ലാതെ അച്ഛനെ തിരിച്ചും വേദനിപ്പിക്കണോ സാർ? നിന്നോടൊരു ആയുഷ്കാലം കൊണ്ട് അയാൾ ചെയ്ത് തീർത്തതെല്ലാം മാപ്പ് എന്നൊരൊറ്റ വാക്കിൽ തീരുമായിരുന്നോ കല്യാണി? അമീർ അത്ഭുതത്തോടെ ചോദിച്ചു. എന്തിന്? നിങ്ങൾ എന്നേക്കാൾ കൂടുതൽ എൻ്റെ കാര്യങ്ങളിൽ പരിഭ്രമിക്കണം. എൻ്റെ അച്ഛനെ തിരുത്താനും എനിക്ക് വേണ്ടി വാദിക്കാനും എന്തിനാണ് നിങ്ങളിങ്ങനെ സമയം കളയുന്നത്? ഇതൊന്നും നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ ഡോക്ടർ. നിങ്ങളോട് ഞാൻ എന്തെങ്കിലും സങ്കടം പറഞ്ഞു വന്നോ? ഇല്ലല്ലോ. ബീവിയുമ്മ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞേക്ക്. എൻ്റെ ജീവിതമാണ്, എനിക്കറിയാം എന്ത് വേണമെന്ന്. ഇനി മേലാൽ അതിൽ ഇടപെടരുത്. കല്ലുവിൻ്റെ വാക്കുകൾക്ക് വല്ലാത്തൊരു മൂർച്ച അവൾ നിന്ന് കിതച്ചു. അല്പനേരം കഴിഞ്ഞപ്പോഴാണ് താൻ പറഞ്ഞത് അത്രയും കൂടിപ്പോയി എന്നൊരു മുന്നിൽ നിൽക്കുന്നവൻ അതേപോലെ നിൽപ്പുണ്ട്, മൗനമായി. വേദനിച്ച് കാണുമോ ഞാൻ കാരണം? കല്ലു പതിയെ മിഴികൾ ഉയർത്തി അവനെ നോക്കി. നേരത്തെ കണ്ട അതേ ചിരിയാണ് ആ മുഖത്തിപ്പോഴും. ഒരു തെല്ലു പോലും പരിഭവമോ പരാതിയോ ദേഷ്യമോ ഇല്ലാതെ എന്നെ മാത്രം ഉറ്റുനോക്കുന്നവൻ്റെ കാന്തിക വലയത്തിൽ പെട്ടുരുകിപ്പോയി ഞാൻ. പതിയെ ആൾ മുന്നോട്ട് വന്നു. കണ്ണിമ വെക്കാതെ ഞാൻ അവനെ തന്നെ നോക്കി. ആ വലതുകരം ഉയർത്തി എൻ്റെ കവിളിൽ മൃദുവായി ഒന്ന് തട്ടി. ആ നോട്ടം അലിവോടെ, സ്നേഹത്തോടെ, വാത്സല്യത്തോടെ. എൻ്റെ കാലുകൾ നിലത്തു പതിഞ്ഞു പോയിരുന്നു. ആരാണ് മുന്നിൽ നിൽക്കുന്നവൻ നിനക്ക് എന്നൊരു ചോദ്യം ഹൃദയം എൻ്റെ മുന്നിലേക്ക് വെച്ചു നീട്ടി. അറിയില്ല എന്ന് ഞാൻ മറുപടിയും കൊടുത്തു. ഹൃദയം ആ ഉത്തരം സ്വീകാര്യമല്ലാതെ പോലെ മിടിച്ചുയർന്നു അനിയന്ത്രിതമായി. നിന്റെ അച്ഛൻ്റെ കണ്ണുകളിൽ ആത്മാർത്ഥത തിരഞ്ഞിട്ട് ഞാൻ തോറ്റുപോയി കല്യാണി. അവിടെ സ്നേഹമില്ല, വേറെന്തോ ഗൂഢലക്ഷ്യം മാത്രമാണ്. നീ അത് മനസ്സിലാക്കുന്നില്ലല്ലോ കല്ലുവേ. നീ ഇനിയും വേദനിക്കേണ്ടി വരുമോ? അമീർ അവൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു, അതിശക്തമായി തന്നെ. കല്ലൊരു നിമിഷം അമീറിൻ്റെ മിഴികളിൽ കുരുങ്ങിപ്പോയി. എൻ്റെ കണ്ണുകളിൽ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ഭയം അവൻ്റെ കണ്ണുകളിൽ കാണുന്നു. ഞാൻ വഞ്ചിക്കപ്പെട്ടു പോകുമോ എന്ന്. എന്തിനാണ് ഇവൻ ഇത്രയും സങ്കടപ്പെടുന്നത്? അതിന് മാത്രം ഞാൻ ആരാണ് മുന്നിൽ നിൽക്കുന്നവന്? അവളിൽ ഉത്തരം അറിയാത്ത ഒരുപാട് ചോദ്യങ്ങൾ മുളപൊട്ടി. പക്ഷേ മുന്നിൽ നിൽക്കുന്നവൻ എന്നും തനിക്ക് അന്യനാണ്. അപ്പുറം നിൽക്കുന്നത് ജന്മം തന്ന അച്ഛനും. കൂട്ടിയും കിഴിച്ചും നോക്കി ഒടുവിൽ അച്ഛൻ്റെ തുലാസിൽ ഭാരം തോന്നിയപ്പോൾ കല്ലുവിൻ്റെ നോട്ടം അവനിലെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തു തുടങ്ങി. അത് പെട്ടെന്ന് തന്നെ അമീർ തിരിച്ചറിയുകയും ചെയ്തു. അവനൊന്ന് ചിരിച്ചു, ഏറ്റവും ശാന്തമായി. എൻ്റെ നോട്ടത്തിൻ്റെ മുന ആ ചിരിയിൽ ഒടിഞ്ഞുപോയി. അമീർ സാർ ഡോക്ടറാവുന്നതിന് മുന്നേ ജോത്സ്യനായിരുന്നോ? അവളുടെ അർത്ഥം വെച്ചുള്ള ചോദ്യം അവൻ കൗതുകത്തോടെ കേട്ടു. എന്താടോ? അവൾ ഉദ്ദേശിച്ചത് എന്തെന്ന് വ്യക്തമായിട്ടും അറിയാത്ത പോലെ ഒരു മറുചോദ്യം. അല്ല, ഭാവിയൊക്കെ പ്രവചിച്ച് പറയുന്നു. എൻ്റെ അച്ഛനെ ഇപ്പോൾ എന്നെക്കാളും വിശ്വാസമാണ് സാർ എനിക്ക്. ശരിയാണ്, ഒരുപാട് തെറ്റ് ചെയ്ത് കൂട്ടിയിട്ടുണ്ട് അച്ഛൻ. അതൊക്കെ തിരുത്താൻ ഒരുപാട് കാലവും എടുത്തു, അത്രമാത്രം. അല്ലെങ്കിൽ തന്നെ എന്നെ സ്നേഹിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് എന്നിൽ നിന്നും അച്ഛൻ എന്താണ് നേടാനുള്ളത്? അവസാനത്തെ അവളുടെ ആ ചോദ്യം അത് തന്നെ അമീറും 100 ആവർത്തി മനസ്സിൽ ഉരുവിട്ടു. അതെ, എന്താണ് അയാൾക്ക് നേടാനുള്ളത്? അവളിൽ നിന്നും എന്തായിരിക്കും അയാൾ ഇനി പ്രതീക്ഷിക്കുന്നുണ്ടാവുക? മറ്റെന്തോ ആലോചനയിൽ ആണ്ട് നിന്ന അമീറിനെ കല്ലൊന്ന് തട്ടി വിളിച്ചു. സാർ, ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. എനിക്കത് ഇഷ്ടമല്ല. എൻ്റെ കാര്യം തീരുമാനിക്കാൻ എനിക്കറിയാം, അവൾ അല്പം പരിഹാസത്തോടെ തന്നെ പറഞ്ഞു. നിന്റെ കാര്യം തീരുമാനിക്കാൻ നിനക്കറിയാമെന്നോ? ചുമ്മാ ചിരിപ്പിക്കാതെ കല്യാണി. അമീർ പൊട്ടിച്ചിരിച്ചുപോയി. അത് കാണെ അവൾക്കല്പം ജാള്യത തോന്നി. താൻ വാ, എന്തായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അമീർ മുന്നിൽ നടന്നു. ശേഷം ഒട്ടൊരു നേരത്തെ ആലോചനയ്ക്ക് ശേഷം കല്ലുവും ഉള്ളിലേക്ക് കയറിപ്പോയി. അടുക്കളയുടെ ഒരു മൂലയിൽ എന്തോ ആലോചിച്ചു നിൽക്കുന്ന മുന്തസിനെ കാണെ കല്ലുവിന് ഇന്നലത്തെ കാര്യങ്ങൾ അത്രയും മനസ്സിലേക്ക് ഓടി വന്നു. അവളിൽ നിന്നും വല്ലാത്തൊരു നെടുവീർപ്പ് ഉയർന്നു. ഇത്താ, അവൾ മുന്തസിനെ വിളിച്ചു. അവൾ ഒന്ന് ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് കല്ലുവിനെ നോക്കി പതിയെ ചിരിച്ചു. ആ ചിരി കാണെ കല്ലുവിന് അല്പം ആശ്വാസം തോന്നി. എന്താ ഈ ചിന്തിച്ചു നിൽക്കുന്നേ? അവൾ ഇന്നലത്തെ എല്ലാം മറന്ന പോലെ മുന്താസിനോട് ഇടപെടാൻ ശ്രമിച്ചു. ഒന്നുമില്ല കല്ലുമോളെ, ഉപ്പാനെയും ഉമ്മാനെയും പറ്റി ആലോചിച്ചതാ. അവരെ കാണാൻ തോന്നുന്നു. ആ മുഖത്ത് വല്ലാത്തൊരു ശാന്തത. കല്ലുവിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. ഇന്നലത്തെ എത്തിയുടെ ഭാവം അത് ഓർക്കാൻ കൂടെ വയ്യ. പക്ഷേ ഇന്നലെ അങ്ങനെ പെരുമാറിയ ആളാണെന്ന് കൂടെ പറയില്ല. ഒരു പെണ്ണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഗ്നി പരീക്ഷണത്തിന് ഒരുങ്ങുകയായിരുന്നു മുന്താസ് അന്നേരം എന്ന് കല്ലുവും മുന്താസും ആലോചിച്ചതുകൂടെയില്ല. വിധിയുടെ ചക്രവ്യൂഹത്തിൽപ്പെട്ട് ശ്വാസം കിട്ടാതെ പിടയുന്ന ഒരുവളാകും മുന്താസ് എന്ന് അവർ അന്നേരം തിരിച്ചറിഞ്ഞില്ല. കുഞ്ഞിന് അനക്കം വെച്ചോ ഇത്ത? കല്ലു വിഷയം മാറ്റിക്കൊണ്ട് ചോദിച്ചു. പതിയെ അല്പം വീർത്തുന്തിയ വയറിൽ കൈവച്ചു. കുഞ്ഞി ചവിട്ടുന്നുണ്ട് കല്ലു. മുന്താസിൽ ഒരു നനുത്ത ചിരി.
കല്ലുവിൻ്റെ കൈ തൊട്ടപ്പോൾ ഉള്ളിൽ കിടക്കുന്ന കുരുന്ന് ഒന്നിളകി. കല്ലുവിൻ്റെ കണ്ണുകൾ ആ അനക്കം അടഞ്ഞ പാടെ മിഴിഞ്ഞുപോയി. "ദേ കുഞ്ഞിപ്പെണ്ണ് അനങ്ങുന്നെത്താ," കല്ല് അതിശയത്തോടെ പറഞ്ഞു. "അതെങ്ങനെ? പെണ്ണാണെന്ന് നീ ഉറപ്പിച്ചോ?" ഉള്ളിലേക്ക് വന്ന അമീർ ചിരിയോടെ ചോദിച്ചു. "ഹാ, ഞങ്ങളുടെ അവിടെ നാണിയമ്മ ഉണ്ട്. നാണിയമ്മ പറയാറുണ്ടല്ലോ, പെണ്ണാണെങ്കിൽ വയറ് മുകളിലേക്കും ആണാണെങ്കിൽ വയറ് താഴേക്കുമാവുമെന്ന്." കല്ലുവിൻ്റെ മറുപടി കേട്ട് അമീറിന് ചിരി വന്നുപോയി. വയറ് നോക്കിക്കൊണ്ട് മാത്രം കുഞ്ഞിൻ്റെ ജെൻഡർ പറയാൻ പറ്റുമോ? അമീർ കല്ലുവിനെ ഒന്ന് ഇളക്കി വിടാൻ തന്നെ തീരുമാനിച്ചു. അമീർ കയ്യിലെ കുപ്പിയിൽ നിന്നും അല്പം വെള്ളം കുടിച്ച് അവളെ തന്നെ നോക്കി. "പിന്നെ ഇത്ത പഴയതിലും നിറം വെച്ചില്ലേ, അപ്പോൾ പെണ്ണാണ്," അവൾ സമർത്ഥിച്ചു. "കറുത്തുപോയാൽ ആണായിരിക്കുമോ?" അമീർ കണ്ണു ചുരുക്കി അവളെ നോക്കി. "അത് മാത്രമല്ല, ഇത്തക്ക് രാവിലെ ഛർദി കൂടുതലല്ലേ, അപ്പോൾ പെണ്ണായിരിക്കും. സാധാരണ ആൺകുട്ടികൾക്ക് ഛർദി കുറവായിരിക്കും, പകരം പുറവേദന കൂടും. നാണിയമ്മ പറഞ്ഞതായിരിക്കും അല്ലേ?" അമീർ ഒരു പ്രത്യേക ടൂണിൽ പറഞ്ഞുകൊണ്ട് കല്ലുവിനെ നോക്കി. കല്ലു മെഴികൾ വിടർത്തി അതേ എന്ന് തലയാട്ടി. "നീ വൈകിട്ട് പോകുമ്പോൾ പറയണം കേട്ടോ, നിന്റെ നാണിയമ്മക്ക് ഒരു സാധനം തന്നു വിടാനാ." "എന്തു സാധനം?" കല്ലു നെറ്റി ചൊളിച്ചു. എൻ്റെ സ്റ്റെതസ്കോപ്പേ, പിന്നെ 2-3 സർട്ടിഫിക്കറ്റുകളും ഉണ്ട്." "നിന്റെ നാണിയമ്മ ആളൊരു ഭീകരി തന്നെ. ഞാനൊക്കെ വെറുതെ മെഡിസിന് പോയി നേരം കളഞ്ഞു. നിന്റെ നാണിയമ്മയുടെ അടുത്ത് വല്ല ഡിപ്ലോമയും ചെയ്താൽ മതിയായിരുന്നു." അമീർ അങ്ങേയറ്റം ആശ്ചര്യം കലർത്തി പറയവേ കല്ലുവിൻ്റെ മുഖം വീർത്തു വന്നിരുന്നു. മുന്തസ് അത് കേട്ട് പൊട്ടിച്ചിരിച്ചുപോയി. കല്ലു ബീവിയുമ്മയുടെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങി. "സ്റ്റെതസ്കോപ്പും കൊണ്ടുപോ കല്യാണി." അമീർ അവളെ തടയാൻ നോക്കി. "മാറങ്ങോട്ട്." അവൾ ചവിട്ടിത്തുള്ളി അകത്തേക്ക് പോയി. നേരത്തെ സ്വന്തം കാര്യം നോക്കാൻ ആരുടെയും സഹായം വേണ്ട എന്ന് പറഞ്ഞു പോയ മുതലാണ് ഈ മണ്ടത്തരമൊക്കെ വിളിച്ചു കൂവിയത് എന്നോർക്കെ അവൻ ചുണ്ട് കടിച്ച് ചിരിയൊതുക്കി. "നീ എന്തിനാ ചെക്ക അതിനിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്നേ?" മുന്തസ് അവൻ്റെ തോളിൽ ചെറുതായി ഒന്ന് തല്ലി. "ഒരു രസം." അമീർ 2 കണ്ണുകളും ചിമ്മിക്കൊണ്ട് പറഞ്ഞു. "അല്ല അമീറെ, എനിക്കൊരു സംശയം." "എന്തെത്താ?" "അറക്കലെ തറവാട്ടിലോട്ട് അന്യമതത്തിൽപ്പെട്ട ഒരു പെണ്ണിനെ മരുമകളായി കയറ്റുമോ എന്ന്." മുന്തസ് അവനെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. അവനൊന്ന് ചിരിച്ചു, ഒട്ടും പതർച്ചയില്ലാതെ, അത്രയും മനോഹരമായി, അത്രയും ശാന്തമായി. "ഒരു ആണിനും ഒരു പെണ്ണിനും ആയുഷ്കാലം മുഴുവൻ ഒരുമിച്ച് ജീവിക്കാൻ ഒരു തറവാട്ട് പേരിൻ്റെയും ആവശ്യമില്ലെത്താ. ഈ അമീറിന് അത് പ്രത്യേകിച്ചും വേണ്ട." അത് കേൾക്കെ നാഴികക്ക് 40 വട്ടം കുടുംബമഹിമയും തറവാട്ടുപേരും പറഞ്ഞ് ഭാര്യ വീട്ടുകാരെ തരം താഴ്ത്തി അതിൽ സന്തോഷം കണ്ടെത്തി ജീവിക്കുന്ന ഷാഫിയുടെ മുഖം മുന്തസിൻ്റെ മുന്നിൽ വികൃത രൂപത്തിൽ തെളിഞ്ഞു വന്നു. അന്ന് വൈകുന്നേരം ദൂരെ നിന്നും തന്നെ കല്യാണിയുടെ അച്ഛൻ വരുന്നത് അവൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അമീർ വാച്ചിലേക്കൊന്ന് നോക്കി. കല്യാണി ഇറങ്ങാനാവുന്ന സമയമായിട്ടുണ്ട്. അവൻ അയാളെ ശ്രദ്ധിക്കാതെ തന്നെ കയ്യിലിരിക്കുന്ന ബുക്കിലേക്ക് ശ്രദ്ധ കൊടുത്തു. അടുത്തു വന്ന് നിന്ന് അയാളൊന്ന് മുരടനനക്കി. അമീർ കണ്ണുകൾ ഉയർത്തി അയാളെ നോക്കി. അമീറിനോട് ഒരു തരത്തിലുള്ള പിണക്കവും ഇല്ലാത്ത പോലെ തന്നെ അയാൾ ഒന്ന് ചിരിച്ചു. പക്ഷേ ആ ചിരിക്കു പിന്നിൽ വിദഗ്ധമായി അയാൾ ഒരു കുറുക്കൻ്റെ കുതന്ത്രം ഒളിപ്പിച്ച് പിടിച്ച പോലെ അമീറിന് തോന്നി. എൻ്റെ വെറും തോന്നലായിരിക്കുമോ? അങ്ങനെ ആവാൻ ഒരു നിമിഷം അവൻ പ്രാർത്ഥിച്ചു പോയി. "ഇന്നും കല്യാണിക്ക് തുണക്ക് ആള് വന്നിട്ടുണ്ടല്ലോ." അല്പം പരിഹാസത്തോടെ തന്നെ അവൻ അയാളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. അയാളുടെ നന്മയുടെ മുഖംമൂടി വലിച്ചെറിഞ്ഞ് കളയാൻ അമീറിൻ്റെ കൈ ധരിച്ചു. "മോൻ എന്താ ഇങ്ങനെ സംസാരിക്കുന്നേ? മോൻക്ക് എന്നോട് എന്തോ ദേഷ്യമുള്ള പോലെ." "കല്ലുമോളുടെ സങ്കടം കണ്ടിട്ടാണെങ്കിൽ ഇനി അത് വേണ്ട. മരിക്കുന്നത് വരെ അവളൊരു വാക്കുകൊണ്ട് പോലും ഞാൻ ഉപദ്രവിക്കില്ല," അയാൾ പറഞ്ഞു. അമീറിൻ്റെ ചുണ്ടിൻ്റെ കോണിൽ പരിഹാസത്തിൽ കുതിർന്ന ഒരു ചിരി വിരിഞ്ഞു. അയാൾ അത് മനസ്സിലാക്കുകയും ചെയ്തു. മോൻ എന്തിനാണ് കല്യാണിയുടെ കാര്യത്തിൽ ഇങ്ങനെ രോഷം കൊള്ളുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അയാൾ അമീറിനെ ഒന്ന് ചൂഴ്ന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു. "മനുഷ്യനായതുകൊണ്ട്." അവൻ്റെ മറുപടിയിൽ അത്രയും അവൻ്റെ ദേഷ്യമുണ്ടായിരുന്നു. അല്പം നേരം ഒരു മൗനം ഇരുവർക്കിടയിലും കനത്തു. അയാൾ അമീറിൻ്റെ അടുത്തേക്ക് വന്നു. അവൻ്റെ കൈകൾ കൂട്ടിപ്പിടിച്ചു. മുഖമുയർത്തി അയാളുടെ കണ്ണുകളാകെ കലങ്ങി മറിഞ്ഞിട്ടുണ്ട്. "പൊന്നുമോനെ, എൻ്റെ വഴിയിൽ തടസ്സമായി നിന്നാൽ വെട്ടി വീഴ്ത്തും ഞാൻ. വയസ്സനല്ലേ, ഒന്നും ചെയ്യത്തില്ല എന്നൊക്കെ എന്തെങ്കിലും തോന്നലുണ്ടെങ്കിലേ നാട്ടിലൊന്ന് അന്വേഷിച്ചാൽ മതി ഞാൻ ആരാണെന്ന്." കല്ലു പറഞ്ഞതിലും അവൾ അറിഞ്ഞതിലുമെല്ലാം ഒരുപാട് മുകളിലാണ് എൻ്റെ കയ്യിൽ പതിഞ്ഞിട്ടുള്ള പാപത്തിൻ്റെ കറകൾ. നിന്റെ ഈ പ്രായം വെച്ച് അതൊന്നും കേട്ടാൽ പോലും നിനക്ക് സഹിക്കത്തില്ല. കരഞ്ഞു പോവും നീ. അയാളുടെ കണ്ണുകൾ രക്തവർണ്ണമായി. അമീർ നിശബ്ദമായി അയാളെ കേട്ടുനിന്നു. ചുടുചോരയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോവാൻ മടിയില്ലാത്ത ഒരു ചെന്നായയെ മുന്നിൽ കണ്ടതുപോലെ തോന്നി അമീറിന്. തൊട്ടപ്പുറം കല്ലുവിൻ്റെ നിഴലനക്കം കണ്ടപ്പോൾ അയാളിലെ മനുഷ്യമൃഗം ഉൾവലിഞ്ഞു പോകുന്നത് അമീർ നോക്കി നിന്നുപോയി. അയാൾ അവൻ്റെ കൈകൾ ഒന്നുകൂടെ കൂട്ടിപ്പിടിച്ചു. വല്ലാത്തൊരു ശക്തി ഉണ്ടായിരുന്നു ആ കൈകൾക്ക്. വാർദ്ധക്യം ബാധിച്ച ഒരാളുടെ കൈകൾ പോലെ അമീറിനത് തോന്നിയില്ല.
എൻ്റെ മോളോട് ഇനിയും ഓരോന്ന് പറഞ്ഞ് എന്നെ മോളെ നിന്നും പിരിക്കല്ലേ സാർ. എൻ്റെ പൊന്നു മോളെ സ്നേഹിച്ച് ഇനിയുള്ള കാലം ഈ വയസ്സിന് ജീവിക്കാൻ അനുവദിക്കണം. അയാൾ ചുമച്ചുകൊണ്ട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. അത് കേട്ട് വരുന്ന കല്ലുവിലുമുണ്ട് ചെറിയൊരു പരിഭ്രമം. അവൾ ഓടി അച്ഛൻ്റെ അരികിലെത്തി. അപ്പോഴും അയാൾ കരയുകയായിരുന്നു. എന്തു പറ്റിയച്ചാ, എന്തിനാ കരയുന്നേ? അവൾ ആകുലതയോടെ അയാളോട് ചോദിച്ചു. അയാൾ മറുപടി ഒന്നും പറഞ്ഞില്ല. അവൾ കണ്ട കാഴ്ചയിൽ നിന്നും കാര്യങ്ങൾ ഊഹിച്ചെടുക്കട്ടെ. അവളെ ചേർത്ത് പിടിക്കുന്നവരെയൊക്കെ തെറ്റിദ്ധാരണ കൊണ്ട് അവൾ തന്നെ ആട്ടിയകറ്റട്ടെ. അയാൾ വിദഗ്ധമായി കല്ലുവിനുള്ള കെണിയൊരുക്കി. അതിൽ അവൾ വീഴുക തന്നെ ചെയ്തു. കല്ല് രൂക്ഷമായി അമീറിനെ ഒന്ന് നോക്കി. അമീർ തല താഴ്ത്തി നിന്നതേ ഉള്ളൂ. അവൻ നന്നെ ഭയപ്പെട്ടു പോയി എന്ന് അയാൾ കണക്കുകൂട്ടി. അവൻ്റെ വാക്കുകളിൽ നിന്നും താൻ ഊഹിച്ചെടുത്തതാണ് അവന് ആരാണ് കല്യാണി എന്ന്. പക്ഷേ കല്ലുവിന് അങ്ങനെ ഒരു അടുപ്പം അവനോട് തിരിച്ചുള്ളതായി തോന്നിയിട്ടില്ല. അല്ലെങ്കിലും ചുറ്റും നിൽക്കുന്ന നല്ലതിനെയും ചീത്തതിനെയും വേർതിരിച്ചറിയാൻ അവൾ പണ്ടേ പരാജയമാണ്, അവളുടെ അമ്മയെപ്പോലെ. അയാൾ ഗൂഢമായി ഒന്ന് ചിരിച്ചു. കല്ലു പതിയെ അവൻ്റെ അടുത്തേക്ക് നീങ്ങി വന്നു. ഇനി മേലാൽ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ വന്നാൽ. കല്ലു അമീറിന് നേരെ വിരൽ ചൂണ്ടി. അവൻ അവളെ തന്നെ ഒന്ന് നോക്കി നിന്നതേ ഉള്ളൂ, ഒരക്ഷരം മിണ്ടാതെ. അച്ഛൻ വാ, പോവാം. അമീറിൽ നിന്നും മുഖം മാറ്റി കല്ലു അച്ഛനൊപ്പം പോവാനൊരുങ്ങി. അച്ഛനൊന്ന് നിന്ന്. അമീർ ശാന്തമായി അയാളെ ഒന്ന് വിളിച്ചു. അയാളും കല്ലുവും ഒരുപോലെ തിരിഞ്ഞു നോക്കി. അയാളുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞു. ഈ നേരം വരെ പറഞ്ഞതൊന്നും ഇവന് മനസ്സിലായില്ലേ എന്ന പോലെ. അമീർ അയാൾക്ക് തൊട്ടരികിൽ വന്ന് നിന്നു. നേരത്തെ അയാൾ പിടിച്ച പോലെ അയാളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. ക്ഷമിക്കണം, ഞാൻ എന്തെങ്കിലും പറഞ്ഞു വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണം. മനസ്സിൽ നിന്നും എല്ലാം മായ്ച്ചു കളയണം. അമീർ തല താഴ്ത്തി നിന്നു. കല്ലുവിൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടില്ല അച്ഛാ. ഒരു മകൻ്റെ സ്ഥാനത്ത് കണ്ട് ഞാൻ പറഞ്ഞത് അത്രയും മറക്കണം. കല്ലു, നീ എന്താ അച്ഛനൊന്നും കൊടുക്കാതിരിക്കുന്നത്? ചായയോ ജ്യൂസോ എന്തെങ്കിലും കൊടുക്ക്. വീട് വരെ എത്താനുള്ളതല്ലേ. വെയിലത്ത് നടന്ന് ക്ഷീണം കാണും. ദേഹമനങ്ങി ശീലമില്ലാത്തതല്ലേ. ചിരിയോടെ തലയാട്ടി ചായ എടുക്കാൻ അകത്തേക്ക് ഓടുന്നവൾ അവൻ അവസാനം പറഞ്ഞ വാചകത്തിൻ്റെ ധ്വനി അറിഞ്ഞിരുന്നില്ല. പക്ഷേ കുരുട്ടുബുദ്ധി ആവോളം നിറച്ച അയാൾക്ക് മനസ്സിലായിരുന്നു അവൻ ഉദ്ദേശിച്ചത് എന്തെന്ന്. കല്ല് പോയ പാടെ അവൻ അയാളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു. ആ കയ്യിൽ പിടിമുറുക്കി. അയാൾക്ക് നൊന്തു. അയാൾ കൈ വലിക്കാൻ ആഞ്ഞു. നടന്നില്ല. അവൻ്റെ പിടുത്തം മുറുകിയതേ ഉള്ളൂ, ഒട്ടും അയഞ്ഞില്ല. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വെച്ചേക്കില്ല ഞാൻ. കൊന്നു കുഴിച്ചു മൂടും. ആ പോയവൾ എൻ്റേതാണ്, എൻ്റെ മാത്രം. അവൾക്ക് തടസ്സം നിൽക്കുന്ന സകലതിനെയും ഞാൻ വെട്ടി ഒതുക്കി കളയും. മുന്നും പിന്നും നോക്കില്ല ഡോക്ടർ അമീർ ആ കാര്യത്തിൽ. രക്തബന്ധവും. അമീറിൻ്റെ കണ്ണുകൾ എരിഞ്ഞു കത്തി. ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബലവാനായ ശത്രുവാണ് തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ശേഖറിന് അധിക സമയം വേണ്ടി വന്നില്ല. അവൻ്റെ കൈകൾ ഒന്നുകൂടെ മുറുകിയപ്പോൾ അയാളിൽ നിന്നും വേദന എടുത്ത പോലെ ഒരു ശബ്ദമുയർന്നു. ഷോ, അച്ഛന് നൊന്തോ? ഞാൻ എൻ്റെ കല്ലുവിൻ്റെ അച്ഛനെ, അല്ലല്ല, എൻ്റെ അമ്മായി അച്ഛനെ ഒന്ന് സ്നേഹിച്ചതല്ലേ. അവൻ കൈവിട്ടുകൊണ്ട് ഒരു പ്രത്യേക ശാന്തതയിൽ പറഞ്ഞു. ശേഖറിന് അത്ഭുതം തോന്നി. എത്ര എളുപ്പമാണ് അവനിൽ ഭാവമാറ്റങ്ങൾ ഉണ്ടാവുന്നത്. അമീർ അയാളെ ഒന്നുകൂടെ തറപ്പിച്ച് നോക്കിക്കൊണ്ട് അകത്തേക്ക് നടന്നു. അകത്തു നിന്നും കല്ലു ചായയുമായി വരുന്നത് കണ്ട് അവനൊന്ന് നിന്നു. സൂക്ഷിച്ചോ, ഇന്നലത്തെ എൻ്റെ നിഗമനം തെറ്റിയിട്ടില്ല. വിഷമാണ് അയാൾ, കൊടും വിഷം. തൊട്ടരികിൽ നിന്നാൽ പോലും അയാളുടെ ഒരു നോട്ടം കൊണ്ടുപോലും അടുത്ത് നിൽക്കുന്നവർക്ക് പ്രാണൻ നഷ്ടപ്പെട്ടേക്കാം. അത്രയും വിഷമാണ് നിന്റെ തന്തയുടെ ഉള്ളിൽ. അമീർ അത്രയും പറഞ്ഞു പോയിട്ടും കല്ലുവിന് ഒരടി അനങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവൾ കേട്ട കാര്യത്തിൻ്റെ ആഘാതത്തിൽ തടിച്ചു നിന്നതേയുള്ളൂ. തുടരും. സൂര്യകാന്തി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്